പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനായ കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് കൃപ തന്നത്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അകത്ത മനുഷ്യനെ എങ്ങനെയാണ് ബലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. അഥവാ പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ആമേൻ. പുറത്തെ മനുഷ്യൻ പലപ്പോഴും ക്ഷയിച്ചു പോകാം, എന്നാൽ അകത്തെ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അതേക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. അകത്തെ മനുഷ്യൻ ഈ ദിവസങ്ങൾ കൂടുതൽ ശക്തിയേൽപ്പാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ 17 വാക്യങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനയിലെ അടുത്ത 5 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യമായിട്ട് ആ ഫ്രീനെസ്സോടുകൂടി വസിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. മറ്റൊന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ അടിസ്ഥാനപ്പെട്ടവരായി വളരണം. എന്നിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും നമ്മളൊന്ന് ഗ്രഹിക്കണം. എന്നിട്ട് പൗലോസ് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, പരിജ്ഞാനത്തെ കവിനായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയുക. എന്നിട്ടാണ് 5-ാമത്തെ അവിടെ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ എല്ലാ നിറവോളം, ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. ഇങ്ങനെയുള്ളതായ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതായ പൗലോസിന്റെ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ എല്ലാം കോറായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും ഭൗമികമായ അനുഗ്രഹങ്ങളല്ല, എല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങളാണ്. ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുമാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ കർത്താവ് നമുക്ക് ഭൗമികമായിട്ടുള്ളതൊന്നും തരികയില്ല എന്നല്ല, തീർച്ചയായിട്ടും തരും. പക്ഷേ ആദ്യമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ, നമ്മുടെ ആത്മീയമായ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, അതോടുകൂടി ആമേൻ ഭൗമികമായിട്ടുള്ളതിലും കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നവനായ കർത്താവാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായിട്ട് വാഴുവാൻ നമ്മൾ അനുവദിക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്വൈര്യമായിട്ട് വാഴുവാൻ, അഥവാ ഞരങ്ങിക്കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവത്തിലല്ല, പിന്നെയോ സന്തോഷത്തോടുകൂടി നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസം കർത്താവ് കൃപ തരട്ടെ. അപ്പോൾ ക്രിസ്തുവിന്റെ എല്ലാം നിറവോളം നമ്മൾ എന്നിട്ട് നിറഞ്ഞു വരണം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ആമേൻ. നമ്മൾ ആ പുതു ചൈതന്യത്തിലേക്ക് കടന്നു വരും. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. അപ്പോൾ വിശ്വാസവും സ്നേഹവും ഒത്തൊരുമിച്ച് പോകുന്നതാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ ദൈവസ്നേഹം വർദ്ധിക്കും, എവിടെ ദൈവസ്നേഹമുണ്ടോ അവിടെ വിശ്വാസമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. വിശ്വാസമില്ലാത്തവന് ക്രിസ്തുവിനെ സ്നേഹിപ്പാനായിട്ട് കഴിയത്തില്ല. ആമേൻ. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, തീർച്ചയായിട്ടും അവിടെ ആ വിശ്വാസം നമ്മളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു നമ്മെ സ്നേഹിച്ച് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി തന്നെത്താൻ യാഗമാക്കിയ ആ സ്നേഹം, ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ളതായ, ആ സാക്രിഫിഷ്യൽ ആയിട്ടുള്ളതായ, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനും കഴിയുന്നതിനും അപ്പുറത്തുള്ളതായ ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായിട്ട് വാഴുന്നതായ ഒരു അനുഭവം ഉണ്ടാകണം. ക്രിസ്തു സ്നേഹം നമ്മൾ വാസ്തവമായിട്ടൊന്ന് രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മതി, നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയൊരു രൂപാന്തരം ഉണ്ടാകും. ഉഗാണ്ടയിലെ ഒരു ബിഷപ്പായിരുന്നു ഫെസ്റ്റോ കിവാൻഡർ എന്ന് പറയുന്നതായ ആ ബിഷപ്പ്. ഇദിയമിൻ ഉഗാണ്ട ഭരിച്ചിരുന്നതായ കാലത്ത് കർത്താവിന് വേണ്ടി വളരെ വീറോടുകൂടി പ്രവർത്തിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഈ ബിഷപ്പ് ഫെസ്റ്റോ എന്ന് പറയുന്ന ആള്. ഇദിയമിന്റെ കാലത്ത് ഇദ്ദേഹത്തിന് വളരെയധികം പ്രതിസന്ധികൾ കൂടി, പ്രതികൂലങ്ങൾ കൂടി, പീഡനം കൂടി ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് ഈ ബിഷപ്പ് ഫെസ്റ്റോയോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളും ഈ ഇദിയമിനുമായിട്ട് ഒരു ടേബിൾ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു ടേബിളിന്റെ ചുറ്റും ഇരിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ താങ്കളുടെ കയ്യിൽ ഒരു റിവോൾവർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
അപ്പോൾ അതിന് ഫെസ്റ്റോ പറഞ്ഞതായ മറുപടി, ആ എൻ്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ ഞാൻ ഇദിയമ്മിന് കൊടുത്തിട്ട് പറയും, ഇത് താങ്കളുടെ ആയുധമാണ്, എൻ്റെ ആയുധം ഇതല്ല, ദൈവസ്നേഹമാണ്. പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുധം, പോരിന്റെ ആയുധം ലോകപരമായിട്ടുള്ള ഒന്നുമല്ല, ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് നമുക്ക് വളർന്നു വരുവാനായിട്ട് കർത്താവ് നമുക്ക് ഈ ദിവസങ്ങൾ ധാരാളമായിട്ട് കൃപ തരട്ടെ. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം മാത്രമേ നമുക്ക് ഇതുവരെ അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ നമ്മുടെ അവിടെ മനസ്സിലാക്കിയാണ്. The more we are filled with the love of God, the more we empty ourselves. നമ്മളെ തന്നെ അങ്ങ് ഒഴിക്കും, എന്നിട്ട് ക്രിസ്തു നമ്മളിൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. കാരണം ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അത്രമാത്രം വലുതാണ്. ഇതാണ് ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനുള്ളതായ പൗലോസിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തെ നമുക്ക് മാനുഷികമായ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പരിജ്ഞാനത്തിന്റെ അകത്ത് നിന്നോ ഇതിനെ നമുക്ക് നിർവചിക്കുവാനായിട്ടോ അഥവാ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിന്റെ ആഴവും നീളവും വീതിയും ഉയരമൊക്കെ അത്രമാത്രം അഗാധമാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടി പൗലോസ് അവിടെ പറയുന്നുണ്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. അപ്പോൾ ഈ സ്നേഹം എന്ന് പറഞ്ഞ പരിജ്ഞാനത്തെ കവിയുന്നതായ ദൈവസ്നേഹമാണ്. മനുഷ്യന്റെ പരിജ്ഞാനം കൊണ്ട്, ജ്ഞാനം കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ മനസ്സിലാക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട്. ആ പരിജ്ഞാനത്തെ കവിയുന്നതായ ദൈവസ്നേഹമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്നിട്ട് പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. നമ്മുടെ കർത്താവ് നമ്മളെ വാസ്തവമായിട്ട് നിറയ്ക്കുന്നവനായ കർത്താവാണ്. അവനിൽ ശൂന്യതയില്ല, അവനെല്ലാം നിറയ്ക്കുന്നവനാണ്. പിശാച് വരുന്നത് ശൂന്യത ഉണ്ടാക്കുവാനാണെങ്കിൽ നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് നമുക്ക് നിറവിന്റെ അനുഭവം തരുവാനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16, അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഫ്രം ഹിസ് ഫുൾനെസ് only we can receive that overflowing love. ഈ ക്രിസ്തുവിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ നിറയ്ക്കുന്നവനായ നമ്മുടെ കർത്താവാണ്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനായ നമ്മുടെ കർത്താവ്, ആമേൻ, അവന്റെ എല്ലാ നിറവോളം നമ്മളെ നിറയ്ക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവനാണ്. നമ്മളത് റിസീവ് ചെയ്യാൻ എത്രമാത്രം ഒരുക്കമുള്ളവരാണ് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ ചോദ്യം. നമ്മൾ ദൈവമക്കളെന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിലൊരു ശൂന്യതയല്ലേ നമ്മൾ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പരിജ്ഞാനത്തെ കവിയുന്നതായ ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ദൈവസ്നേഹം മുഴുവനായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ നിറവ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഉയരങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണം. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഗെറ്റ് അപ്പ് ദി അണ്ടു ദ ഹൈ മൗണ്ടൻ, ഉയർന്ന പർവ്വതത്തിലേക്ക് നീ ഒന്ന് കയറി ചെല്ലുക. അഥവാ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ഉയർന്ന ഒരു പർവ്വതത്തിലേക്ക് ഒന്ന് കയറി ചെന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങനെ ഉയരത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, അഥവാ നമ്മൾ താഴെ നിന്ന് മനസ്സിലാക്കുമ്പോൾ പല ഹിൻഡ്രൻസ് നമുക്കുണ്ട്. എന്നാൽ ഉയരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആമേൻ, അതിന്റെ മനോഹാരിത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതും ഒരു പരിധി വരെ മാത്രം. അപ്പോഴാണ് ആ നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയുവാനായിട്ട് കൃപ തരുന്നവനായ കർത്താവാണ്. അവൻ ശൂന്യതകളെ മാറ്റുന്നവനായ കർത്താവാണ്. ഹാഗാറിന്റെ തുരുത്തി ശൂന്യമായപ്പോൾ ഹാഗാറിന് നിലവിളിക്കുവാനേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ വലിയവനായ ദൈവം ഹാഗാറിന്റെയും കുഞ്ഞിന്റെയും നിലവിളി കേട്ട് ആമേൻ, ആ തുരുത്തി നിറയ്ക്കുക മാത്രമല്ല അവൾക്ക് വേണ്ടി ഒരു നീറുറ തന്നെ കാണിച്ചു കൊടുത്തവനായ കർത്താവാണ്. അതിൽ കൂടി
അവരുടെ ശൂന്യമായ തുരുത്തിയെ നിറച്ചവനായ കർത്താവ് നമ്മുടെ ശൂന്യതകൾ മാറ്റി നമ്മളെ നിറയ്ക്കുവാൻ മതിയായവനാണ്. ആത്മാവിന്റെ ജലം ധാരാളമായിട്ട് നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒരു ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആമേൻ. നിറഞ്ഞവനിൽ നിന്ന് മാത്രമേ ഇത് പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. നമ്മുടെ കർത്താവ് നിറയ്ക്കുന്നവനാണ്. ആ നിറവിൽ നിന്നും അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് കൃപ തരട്ടെ പ്രിയപ്പെട്ട. അങ്ങനെയെങ്കിൽ ശൂന്യത മാറ്റുന്നവനായ, നമ്മളെ നിറയ്ക്കുന്നവനായ ഒരു കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ വിധവയുടെ ശൂന്യമായ പാത്രങ്ങളിൽ എണ്ണ നിറച്ചവനായ നമ്മുടെ വലിയവനായ ദൈവം നമ്മുടെ ശൂന്യമായ പാത്രങ്ങൾ അവന്റെ സന്നിധിയിൽ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആമേൻ, പരിശുദ്ധാത്മാവായ എണ്ണയെ നമ്മളിൽ നിറച്ച്, ആമേൻ, ആ നിറവിന്മേലുള്ള നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കൃപ തരുന്നവനാണ് നമ്മുടെ കർത്താവ്. 5 അപ്പവും 2 മീനും മതി അവനൊരു സമൃദ്ധി തരുവാനായിട്ട്. അല്ലെങ്കിൽ അപ്പോൾ എത്ര ഉണ്ടെന്നല്ല, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പത്രോസിന്റെ ശൂന്യമായ പടകിൽ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ ഓർക്കണം, അവിടെ ശൂന്യതയല്ല, ആ പടകിനെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇസ്ഹാക്കിന്റെ അനുഭവം നോക്കുക. ഇസ്ഹാക്ക് ക്ഷാമം കാലത്ത് അവിടെ വിതച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, അവൻ 100 മേനി കൊയ്തു. ഓർക്കുക, ഏത് ക്ഷാമത്തിന്റെ മധ്യത്തിലും നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കർത്താവ് ആ ശൂന്യതകളെ മാറ്റി 100 മേനിയുടെ വിളവ് അഥവാ ഒരു നിറവിന്റെ അനുഭവം നമുക്ക് തരുന്നവനാണ്. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നവനായ നമ്മുടെ കർത്താവ്, വിശപ്പുള്ളവനെ നന്മകളാൽ നിറയ്ക്കുന്നവനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ശൂന്യത എവിടെയാണെന്ന് കർത്താവിന്റെ ഏറ്റു പറയുക. ആ ശൂന്യതയുമായിട്ട് മനുഷ്യരുടെ അടുക്കലേക്കല്ല പോണ്ടത്, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അവന്റെ നിറവിൽ നിന്നും നമുക്ക് കൃപമേൽ കൃപ തരുന്നവനായ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെയിലി എക്സ്പീരിയൻസ് ആയിരിക്കണം. ആ നിറവോടുകൂടി ജീവിക്കുക. ഇനി എന്റെ 20ഉം 21ഉം വാക്യങ്ങൾ അവിടെ പറയുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു ഡോക്സോളജിയോട് കൂടിയാണ്, അഥവാ ഒരു സ്തോത്ര ഗീതത്തോടു കൂടിയാണ് പൗലോസ് ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നത്. അവിടെ പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആദ്യത്തെ 3 അധ്യായങ്ങൾ നമ്മൾ ആദ്യമേ ചിന്തിച്ചപ്പോൾ, ഈ ലേഖനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഡോക്ടറൽ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഇതിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഈ തിയോളജിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൺക്ലൂഷനായിട്ട് വരുമ്പോൾ ഇവിടെ പൗലോസ് ഒരു സ്തോത്ര ഗീതത്തോടുകൂടി ഈ പ്രാർത്ഥനയെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്തോത്രഗീതത്തിൽ സകല ബഹുമാനവും പുകഴ്ചയും ആരാധനയും എല്ലാം അത് അർഹിക്കുന്നവനായ വലിയവനായ ദൈവത്തിന് കൊടുക്കുകയാണ്. അതാണ് പറയുന്നത്, സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായിട്ടും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വലിയവനായ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് സഭയിൽ കൂടി വേണം. സഭയെ ആക്കി വെച്ചിരിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അഥവാ സഭ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും കൂടി ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ വേണ്ടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കുവാനല്ല, ഇതിൽ കൂടി ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇവിടെ നമ്മൾ പലപ്പോഴും ഇത് വായിക്കുന്നത് ഭൗമികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരും എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതിനെ എടുക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതെല്ലാം ആത്മീയമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നിറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ആത്മീയമായിട്ട് നമ്മളെ നിറയ്ക്കുന്നതാണ്. അതുപോലെ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കുന്നവനായ ഒരു കർത്താവാണ്. അല്ലാതെ നീ വേണ്ടുന്നതെല്ലാം ചോദിച്ചോ ദൈവം തരും എന്ന് പറയുന്നതായ ഒരു പഠിപ്പീരല്ല ഇവിടെ. അത് മോഹമാണ്. മോഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10ാമത്തെ കൽപ്പന ലംഘനമാണ്. മോഹിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഈ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമെന്ന് പറയുമ്പോൾ ആത്മീയ വിഷയത്തിന്മേൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ചോദിക്കുന്നതിന് പരിമിതികളുണ്ട്, നമ്മൾ നനയ്ക്കുന്നതിന് പരിമിതികളുണ്ട്, നമുക്ക് ചോദിപ്പാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്, നമുക്ക് നനയ്ക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്, അഥവാ നമ്മൾ ചോദിക്കുവാനും നനയ്ക്കുവാനും മടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് തരുമ്പോൾ ആമേൻ, നമ്മുടെ അവസ്ഥ അറിഞ്ഞു തന്നെ അവൻ ധാരാളമായിട്ട് നമുക്ക് അതിലും അധികമായിട്ട് നമ്മളെ നിറയ്ക്കുന്നവനായ നമ്മുടെ കർത്താവാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നതോ നനയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറ അറിയുന്നവനായ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് നൽകി തരും. പക്ഷേ ചോദിക്കുന്നത് അവന്റെ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് വേണം, ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ ചോദിക്കുവാൻ. മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദശാംശത്തെ എന്റെ ഭണ്ഡാരഗൃഹത്തിലേക്ക് കൊണ്ടുവരിക, ഞാൻ ആകാശത്തിലെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ നിറയ്ക്കും. ആമേൻ. അപ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ നിറയ്ക്കുന്നവനായ കർത്താവാണ്. നമ്മുടെ കർത്താവ് തരുന്നത് നമ്മുടെ ആ ഒരു അളവുകോല് വെച്ചല്ല, അത് അവന്റെ അളവുകോല്, അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് അവൻ തരുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. Our God shall supply all our needs according to his glorious riches. അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് അവൻ തരുന്നത്. അല്ല നമ്മുടെ അളവുകോൽ കൊണ്ടല്ല നമ്മുടെ കർത്താവ് നമ്മളെ തരുന്നത് നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മുടെ കർത്താവ് ദയാലുവായ കൃപാലുവായ കർത്താവാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. നമ്മൾ ചോദിക്കുന്നവൻ മുൻപേ തന്നെ അവന്റെ അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ നിറയ്ക്കുവാനും മതിയായവനാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. അബ്രഹാം അതാണ് വിശ്വസിച്ചത്. നമ്മുടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ തീർച്ചയായിട്ടും നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? സാറയോടും അത് പറഞ്ഞു, മറിയോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? എലിസബത്തിനോട് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ യിരെമ്യാവിനോട് പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ നിറയ്ക്കുവാൻ മതിയായവനാണ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനും അപ്പുറത്തായിട്ട്, നമ്മുടെ ഇമാജിനേഷനും അപ്പുറമായിട്ട്, നമ്മുടെ സർക്കംസ്റ്റാൻസിനും അപ്പുറമായിട്ട് നമ്മളെ നിറയ്ക്കുന്നവനായ നമ്മുടെ കർത്താവാണിത്. അപ്പോൾ നമ്മുടെ മെഷർ മാനുഷികമായ മെഷർമെന്റ് ആണെങ്കിൽ സ്വർഗത്തിൽ ദൈവം മെഷർ ചെയ്യുന്നത് ആ സ്വർഗീയമായ ലെവലിലാണ്. ആമേൻ. അതിന്റെ എല്ലാം നിലവാരവും ആ രീതിയിലാണെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അവന്റെ ആ കൃപ നമ്മുടെ മേൽ അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. പക്ഷേ ഇതെല്ലാം ദൈവവചന വ്യവസ്ഥ പ്രകാരമായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ നിറവ് അനുഭവിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുവാൻ ശക്തനാണ്. പക്ഷേ അവൻ ചെയ്യാത്ത ചില കാര്യങ്ങളുമുണ്ട്. കാരണം ചിലത് അവന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ളതല്ല. തിരുവചനം പറയുന്നു ദൈവത്തിന്റെ തന്നെ സ്വഭാവം ത്യജിച്ച് കളയുവാനായിട്ട് കഴിയില്ല, ദൈവത്തിന്റെ പോഷ്ക്ക് പറയുവാനായിട്ട് കഴിയില്ല, ദുഷ്ടന്മാരോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ അവന് കഴിയില്ല. കാരണം അതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്ഥലത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആ ഹോളി ക്യാരക്ടർ, ആ വിശുദ്ധമായ അവന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണമുള്ളതായ ഒരു ജീവിതമായിരിക്കണം നമ്മൾ അവന്റെ സ്ഥലിലേക്ക് സമർപ്പിക്കുവാനായിട്ട്. നമ്മുടെ കർത്താവ് നമുക്ക് ജീവൻ തരുന്നവൻ മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ തരുന്നവനാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു മൈസറായിട്ടുള്ള ദൈവമല്ല, ഇസ് എ ഗോഡ് ഓഫ് അബൻഡൻസ്. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, നിലത്ത് വിതയ്ക്കുന്നവന് മഴയും നിലത്തിലെ വിളവായ അപ്പവും തരും, അത് പുഷ്ടിക്കും സമൃദ്ധിയും ഉണ്ടായതായിരിക്കും, കന്നുകാലികൾ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. ആമേൻ. നമ്മുടെ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് ഇതുപോലെയാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും ഇതും ഭൗമികമായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആത്മീയമായിട്ട് ആമേൻ വിതയ്ക്കേണ്ടതായ വിത്തും ആ വിതയ്ക്കുമ്പോൾ തന്നെ ആമേൻ അതിനു വേണ്ടതായ
ആ ഫലവും ഒരുപോലെ നമ്മുടെ കർത്താവ് നൽകി തരുവാൻ മതിയായവനാണ്. സമൃദ്ധിയേറിയ ഒരു ജീവനാണ് അവൻ തരുന്നത്. പക്ഷെ ഇത്രമാത്രം നിറവ് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ അനുഭവം എന്താണെന്നറിയാമോ? ഈ ഫറവോൻ കണ്ട സ്വപ്നമുണ്ടല്ലോ, ഫറവോൻ കണ്ട സ്വപ്നത്തിൽ 2 സ്വപ്നം കണ്ടു. അതിന്റെ രണ്ടിന്റെയും സെക്കൻഡ് ഫേസ് ആണ് പലപ്പോഴും നമ്മുടെ അനുഭവം. എന്തുവാ രണ്ടാമത്തെ ഫേസ്? എന്തുവായിരുന്നു? എത്ര തിന്നാലും ഒരു ഗുണമില്ലാത്ത ഉണങ്ങി വരേണ്ടതായ പശുക്കൾ, അല്ലേ? ആമേൻ. അല്ലെങ്കിൽ എത്ര സമൃദ്ധി ഉണ്ടായാലും പിന്നെ ഏറ്റവും കതിര് യാതൊരു ഗുണവുമില്ലാത്ത ആ കതിര് നിൽക്കുന്ന ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും ഈ അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഫോക്കസ് എപ്പോഴും ഭൗമിക കാര്യത്തിലാണ്, ജഡിക വിഷയങ്ങളാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ആമേൻ നമ്മളെ ആത്മീയമായിട്ട് സകല അനുഗ്രഹങ്ങളാലും നമ്മുടെ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ മതിയായവനായ കർത്താവാണെന്ന് ഓർത്തുകൊള്ളണം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് ശോധന ചെയ്യുവാൻ ഇതിൽ കൂടി നമ്മുടെ കർത്താവ് നമുക്ക് കൃപ തരട്ടെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഓർക്കുക, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ് അവൻ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ മതിയായ ഒരു കർത്താവാണ്. ഈ വാക്യം ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ എഫെസോസ് സഭയിൽ തന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെയുള്ളതായ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കാത്ത ഒരു കൂട്ടരും ഉണ്ട് എന്ന് നമുക്ക് അവിടെ ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇവിടെ ഇത്രമാത്രം സ്ട്രെസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ കാലങ്ങൾ വളരെയായെങ്കിലും ഇന്നും ആത്മീയമായിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്തവർ. എബ്രായ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ 5-6 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, പലരും കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ആൾക്കാരാണ്, പക്ഷേ ഇന്നും ആദ്യ പാഠങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവത്തിലാണ്. നമ്മുടെയൊക്കെ അനുഭവം ഇത് തന്നെ. പലപ്പോഴും നമ്മൾ ആദ്യ പാഠങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുക. എപ്പോഴും ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യം പ്രോസ്പെരിറ്റി, ഡെലിവറൻസ്, ഹീലിംഗ്, ഇങ്ങനെയുള്ളതായ ഭൗമി, ഇതൊന്നും വേണ്ടാന്നല്ല, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ആകരുത്. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഓടുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, സ്വർഗീയമായ നിറവ് പ്രാപിക്കാനായിട്ട് കർത്താവ് നമുക്ക് ധാരാളമായിട്ട് കൃപ തരട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ തന്റെ വായനക്കാരിൽ ആരെങ്കിലും ഇന്നും ബലഹീനരായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ശക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്രബോധനവുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് വളരുമ്പോൾ അവിടെയാണ് ഈ അനുഗ്രഹം പ്രാപിക്കുന്നത്, അവിടെയാണ് ഈ നിറവ് പ്രാപിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ആത്മീയമായിട്ട് ആ ദൈവസ്നേഹത്തിൽ ഉറച്ചുകൊണ്ടുള്ളതായ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിന് എന്റെ സന്നിധിയിൽ ഒന്നിനും ഒരു മുടക്കവും വരുത്തുന്നവനല്ല, അവന് ഒന്നിനും ഒരു മുട്ടും വരുത്തുന്നവനല്ല. നമ്മൾ ആർത്തിയോടുകൂടി കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മളെ നിറച്ചു പറഞ്ഞയക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ലോകത്തിൽ എല്ലായിടവും ക്ഷാമമായിരിക്കാം, എല്ലായിടവും ശൂന്യതയായിരിക്കാം, എന്നാൽ സ്വർഗത്തിൽ ഒരു ജോസഫ് ഉണ്ട്. ജോസഫിന്റെ പണ്ടികശാലയിൽ ധാന്യം നിറഞ്ഞിരിക്കുകയാണ്. ആ സ്വർഗീയ ജോസഫിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന ഒരു വ്യക്തി പോലും വെറും കൈയായിട്ട് പോയിട്ടില്ല, ആരും നിരാശരായിട്ട് പോയിട്ടില്ല. ആമേൻ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയനിൽ. പ്രിയപ്പെട്ടവരെ, നിറയ്ക്കുന്നവനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ ജോസഫിന്റെ ഭണ്ഡാരത്തിൽ ഇന്നും ധാന്യം നിറഞ്ഞിരിക്കുകയാണ്. അവൻ നമ്മളെ നിറയ്ക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരെ പോലുള്ള ഒരു പോർഷൻ അല്ല കർത്താവ് നമുക്ക്. ബെന്യാമിന്റെ ഓഹരിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഓഹരി ലഭിക്കുമ്പോൾ ബെന്യാമിന് 5 ഓഹരിയാണുള്ളത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ദൈവത്തിന് ഈ ബെന്യാമിന്റെ 5 ഓഹരിക്ക് ഓഹരിക്കാരാക്കി നമ്മുടെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കാമെന്ന് ഓർത്തോണം. ഈ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ അനുഭവിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്.
ആമേൻ. ദുഷ്ടൻ എത്രമാത്രം നമ്മളെ തള്ളുവാൻ ശ്രമിച്ചാലും, തള്ളി താഴെ ഇടുവാൻ ശ്രമിച്ചാലും ഓർക്കണം, ആമേൻ, നമ്മൾ ബലത്തോടെ നിൽക്കും. കാരണം നമ്മൾ കർത്താവിന്റെ കരങ്ങളിലാണ് ആയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ഈ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കുമ്പോൾ അവന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കുവാൻ ഒരിക്കലും മറക്കരുത്, മടിക്കരുത്. അവനാണ് മഹത്വത്തിന് യോഗ്യൻ. യശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ തന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കുകയില്ല. തന്റെ സ്തുതി അവൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നവനായ ദൈവമല്ല. അത് തലമുറയായിട്ട്, വല്ലപ്പോഴുമല്ല, എല്ലാ കാലത്തും. പുതിയ സംഗീതത്തിൽ ദാവീദ് പറയുന്ന പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കാലങ്ങളൊക്കെ മാറി മറിയും, പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് ഒരു കുറവും വരരുത് പ്രിയപ്പെട്ടവരെ. എപ്പോഴും അവന് മഹത്വം കൊടുക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇനി നമ്മൾ അതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 3-ാമത്തെ അധ്യായം അതിന്റെ അവസാനം ആമേൻ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അഥവാ ആ ഒരു ഡോക്ടറൽ സബ്ജക്ട്, ഒരു തിയോളജിക്കൽ സബ്ജക്ട് അവിടെ നിർത്തിയിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് ഇതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഇവിടെ പൗലോസ് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4-ാമത്തെ അധ്യായത്തിന്റെ ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അഥവാ ഈ 3 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ഇത് ഡോക്ടറലായിട്ട് അഥവാ നമുക്കൊരു ഉപദേശപരമായിട്ട് ഇതൊക്കെ ആവശ്യമെന്ന് കണ്ടു. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത്? നമുക്കിത് അല്ലാതെ പഠിച്ചിട്ട് നമുക്ക് ബുദ്ധി വികസിപ്പിക്കുകയല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പ്രായോഗികമാക്കണം. നമ്മൾ ഇത് അനുഭവിക്കുന്നവരായി തീരണം. കാരണം നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അതിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പൗലോസ് തുടർന്നുള്ള വാക്യങ്ങളിലൂടെ പറയുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കണം. 2, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ദേശങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കണം. ആമേൻ. ഇതിലെല്ലാം കൂടി ദൈവരാജ്യം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരണം. ഇതാണ് പൗലോസോടെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ ലെവലുകളാണ് ഇവിടെ അപ്പോൾ ആദ്യത്തെ ഈ 4-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് എന്ന് പറയുന്നതിലും നല്ലത് ക്രിസ്തീയ ജീവിതം തന്നെ, ഹൗ വി വാക്ക് ഓർ ഹൗ വി ലീവ്, ഇത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ഈ ലേഖനത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു ഒരു സബ്ജക്റ്റ് ആണ്, അഥവാ കോർ തീം തന്നെയാണ് ക്രിസ്ത്യൻ യൂണിറ്റി എന്ന് പറയുന്നത്. ഐക്യത, ഒത്തൊരുമയുടേതായ ഒരു അനുഭവം. ഇതെങ്ങനെ സാധ്യമായി തീരുന്നു, എങ്ങനെയാണ് ഈ ഐക്യതയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ അതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഈ നടപ്പ് എപ്രകാരമായിരിക്കണമോ അപ്പോൾ തന്നെ വിശുദ്ധിയും എപ്രകാരം നമ്മൾ കാസൂക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ വി നീഡ് ടു വാക്ക് ഇൻ യൂണിറ്റി ആൻഡ് വി ഓൾസോ നീഡ് ടു വാക്ക് ഇൻ പ്യൂരിറ്റി. ഇത് രണ്ടും ഒരുപോലെ വേണം. ഈ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 4-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഇവിടെ പ്രതിപാദിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ അധ്യായം വരെ വന്നപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മൾ ആരാണ്, അനാദി നിർണയപ്രകാരമുള്ളതായ അവൻ മുൻകണ്ടതായ ആ തിരഞ്ഞെടുപ്പ്, അവന്റെ ദത്തെടുപ്പ്, അവന്റെ വീണ്ടെടുപ്പ്, അമേൻ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടത്, അമേൻ, ആത്മാവിനാൽ നമ്മളെ ആ അച്ചാരം നമുക്ക് തന്നത്, ആ മഹിമാധനം നമുക്ക് തന്നിരിക്കുന്ന ഇൻഹെറിറ്റൻസ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പ്രാപിച്ചതായ ഒരു ദൈവവിധൽ എപ്രകാരം വേണം ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് പോകാൻ, അവന്റെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി റൈറ്റ്സ് അവൻ തന്നിട്ടുണ്ട്, നമുക്ക് ഒത്തിരി പ്രിവിലേജസ് തന്നിട്ടുണ്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനല്ല, ഇതുള്ളപ്പോൾ തന്നെ നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, നമുക്ക് റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ ഇതിനെല്ലാം ദിവസങ്ങളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ അതാണ് തുടർന്നുള്ള വാക്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1 മുതൽ 3 അധ്യായങ്ങളിൽ നമ്മുടെ ഐഡന്റിറ്റി, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ളത് കണ്ടു. ക്രിസ്തുവിൽ
ഈ ശ്രേഷ്ഠമായ പദവിയിലായിരിക്കുന്ന ഒരുവൻ എങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ വെറും ഒരു തിയോളജിക്കൽ രീതിയിൽ, ഒരു ഡോക്ടറൽ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വികസിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാകും. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇതിനെ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമുക്ക് പറയട്ടെ. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ മലയാളത്തിൽ therefore അഥവാ അതുകൊണ്ട് എന്നുള്ള പദം അവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക. ഞാൻ അതിലേക്ക് കൂടുതൽ വരാം, കാരണം ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ട്രാൻസ്ലേഷനിൽ ഇച്ചിരി അലൈൻമെന്റിൻ്റെതായ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് അവിടെ പറയാനായിട്ട് ശ്രമിക്കാം. സോ therefore I, prisoner of the Lord, implore you to walk in the manner worthy of the calling with which you have been called. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടുത്തെ തീം പറയുന്നത് ഹൗ വി വാക്ക്. അതിന്റെ NIV ട്രാൻസ്ലേഷൻ എടുത്ത ഹൗ വി ലീവ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുള്ളതായ ആ കോഡ് ഓഫ് കണ്ടക്ട് അത് എപ്രകാരമായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. നമ്മളുടെ ജീവിതം അലസതയോടുകൂടി കൊണ്ടുപോകാനുള്ളതൊന്നല്ല, നമ്മൾ ആരാണെന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. കാരണം ആ സ്വർഗീയ പിതാവിന് കളങ്കം വരുത്തുന്ന യാതൊരു അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം, അവന്റെ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. Walk in a manner worthy of that calling. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പിൻ. സോ നമ്മുടെ നടപ്പ് എപ്രകാരമുള്ളത്? നമ്മൾ നടക്കുക, അല്ലെങ്കിൽ when we say that you live or how you walk എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് there's an action. ഒരു സ്റ്റേഷനറി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു അനുഭവമല്ല. we are moving forward. that means there's a practical application. നമ്മൾ ദൈനംദിനം മുന്നോട്ട് പോകുന്ന ഓരോ ചുവടും വെക്കേണ്ടത് ഞാൻ ആരാണെന്നുള്ള ബോധം മനസ്സിലാക്കിക്കൊണ്ട് വേണം, എന്റെ പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. സോ നമ്മുടെ ഓരോ പാതയിലും കർത്താവിന്റെ മഹത്വം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു നടപ്പ് നമ്മുടേത് ആയിരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, യജമാനനെ പോലെ ആകുന്നത് ദാസന് മതി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യജമാനൻ എങ്ങനെയാണോ നടന്നത് അതുപോലെ നമുക്ക് നടക്കുവാൻ സാധിക്കണം. ആമേൻ. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ച് പോയിട്ടുണ്ട്. എങ്ങനെ നടക്കണമെന്ന് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വേണം നമ്മൾ നടക്കുവാൻ, നമ്മുടെ ഓരോ സ്റ്റെപ്പും. സോ ഇറ്റ് ഇസ് വാക്കിംഗ് മീൻസ് വി ആർ പ്രോഗ്രസിങ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് പുറകോട്ട് നടക്കുന്ന കാര്യമല്ല. പലരും ഇന്ന് ആത്മീയ കോളത്തിൽ മുന്നോട്ടല്ല പോകുന്ന, പുറകിലോട്ടാണ് നടക്കുന്നത്. ഇല്ല, നമ്മുടെ കുഴിയാനയുടെ കണക്കാ പലരുടെ അനുഭവം. പക്ഷെ കുഴിയാനയുടെ കണക്ക് പോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വീറോടുകൂടി ഓട്ടം ഓടി തേക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. മുന്നോട്ട് വേണം നമ്മുടെ ഓടാൻ. സോ there must be progress. We need to move from grace to grace. കൃപമേൽ കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ഇതൊക്കെ ഒരു തുടർമാനമായ കാര്യമാണ്. ചിലർക്ക് മൂഡ് അനുസരിച്ചാ. ചില ദിവസം ഭയങ്കര ആത്മീയര, ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി കാർണലുമാണ്. കർത്താവ് പറഞ്ഞ പോലെ ഒന്നീ ശീതവാനാകണം അല്ലെങ്കിൽ ഉഷ്ണവാനാകണം. ഈ ശീതവാനും ഉഷ്ണവാനും ആയിക്കഴിഞ്ഞാൽ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ആ കൺസിസ്റ്റൻസി വേണം നമുക്ക്. സോ there must be a continuity. ഒരു തുടർമാനമായ അനുഭവം ഉണ്ടാകണം. നമ്മുടെ മൂഡ് അനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. We need to continue in that same spirit. അപ്പോൾ നമ്മുടെ ദൈവത്തിന് ഇന്നൊരു സ്വഭാവവും നാളൊരു സ്വഭാവമല്ല. അവൻ എന്നും ഒരേ സ്വഭാവമേ ഉള്ളൂ. അതേ സ്വഭാവത്തിൽ വേണം നമ്മൾ മുന്നോട്ട് നടക്കുക. സോ ദിസ് മസ്റ്റ് ബി അവർ ഹാബിറ്റ്. നമ്മുടെ ദൈനംദിനമായ ഒരു സ്പോണ്ടേനിയസ് ആണ്.
ആരും ഒന്നും നമുക്ക് സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമല്ല, ആരും നമ്മളെ ഉന്തിവിടേണ്ട കാര്യമില്ല. ആമേൻ. ആരും നമ്മളെ ഒരു വടിയെടുത്ത് ഇങ്ങനെ നടക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലി അടിച്ചു വിടേണ്ട ഒരു കാര്യമല്ല. ആമേൻ. ഇത് സ്വയമായിട്ടുണ്ടാകേണ്ടതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട്. കാരണം അവന്റെ ആത്മാവാണ് നമ്മളിലുള്ളത്, അവന്റെ ആത്മാവിന്റെ നിറമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവിനോട് ചേർന്നാണ് നടക്കുന്നത്, നമ്മൾ തന്നെ അല്ല നടക്കുന്നത്, നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. യു ആർ വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് അവർ ലോർഡ്. നമ്മുടെ ക്രിസ്തുവിനോട് ചേർന്നാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ തന്നെയല്ല. നമ്മൾ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ വഴി തെറ്റിപ്പോയി എന്ന് വന്നേക്കാം. ആമേൻ. തന്നെയാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു എന്ന് വന്നേക്കാം. തീർച്ചയായിട്ടും ഈ നടപ്പിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ ഭക്തനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. പൗലോസ് ഈ ഓട്ടം തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ ജീവിതത്തിൽ തനിക്ക് വന്ന പ്രയാസങ്ങളൊക്കെ തനിക്ക് മറ്റേ ഉള്ളവരെക്കാളൊക്കെ അധികം അറിയാം. അതുകൊണ്ട് തന്നെയാണ് താൻ ഇവിടുന്ന് വ്യക്തമായിട്ട് പറയുന്നത്, വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. പൗലോസ് ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നത്, ഇന്ന് കാരാഗ്രഹത്തിലായിരിക്കുന്നത് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊരു പട്ടുമെത്തയുടെ, ഒരു റെഡ് കാർപ്പറ്റിൻ്റെതായ അനുഭവമല്ല, തോണിവയാണ്, മുള്ളും ആമേൻ പറക്കാരെയും ഒക്കെ നിറഞ്ഞതായ ഒരു അനുഭവമായിരിക്കാം. എന്നാൽ ഓർക്കണം, നമ്മൾ തന്നെയല്ല, നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആമേൻ. നമുക്കറിയാമല്ലോ, റോക്കി പ്ലേസസിൽ നമ്മളെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവനായ നമ്മുടെ കർത്താവിന്റെ കഥ. നമുക്ക് നടക്കുവാൻ കഴിയാത്ത, അതെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ തോളിലെടുത്ത് നടത്തുന്നവനാണെന്ന് ഓർത്തോണം. അങ്ങനെയെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ ഏകരല്ല, നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. At the same time, we need to keep the perseverance. ക്ഷീണിച്ച് മടുത്തു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. ക്ഷീണിപ്പിച്ച് കളയുന്ന അനേക സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ അതാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓട്ടം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഓട്ടം മുന്നോട്ട് തന്നെ, അൺടിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്, നമ്മുടെ അവസാന ശ്വാസം വരെയും ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ, പ്രിയപ്പെട്ടവരെ. കാരണം നമുക്ക് വെച്ചിരിക്കുന്ന ആ നിത്യതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അശ്രേഷ്ഠമായ അനുഭവത്തെ കുറിച്ച് നമ്മൾ ബോധമുണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞു, എനിക്കൊരു കിരീടം വെച്ചിട്ടുണ്ടല്ലേ, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ടിരിക്കുന്ന ഏവർക്കും തന്നെ. അങ്ങനെയെങ്കിൽ ഈ ഓട്ട സ്ഥിരതയോടുകൂടി ഓടി തികയ്ക്കുന്ന ഓരോരുത്തരും അതുണ്ട്. അപ്പോൾ ഇത് അവനെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടനായവൻ നമ്മുടെ ഈ ഓട്ടത്തെ തകർക്കുവാൻ, ഓട്ടത്തിന് തടസ്സമിടുവാൻ അവനാൽ ആകുന്ന അനേക തന്ത്രങ്ങൾ കൊണ്ടുവരും. നമ്മൾ അവനെ നോക്കി നിരാശപ്പെട്ടു പോകുന്നവരായിട്ടല്ല, തളർന്നു പോകുന്നവരായിട്ടല്ല, അവൻ ഓട്ടം വഴിയിൽ നിർത്തുന്നവരായിട്ടല്ല. അമേൻ. അതുകൊണ്ടാണ് 6ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു സർവായുധ വർഗത്തിന്റെ ആവശ്യം പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ധരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ഓടുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ, പ്രിയപ്പെട്ടവരെ. ഫിലിപ്പിയർ 1:27 അവിടെ പറയുന്നു, ലീവ് എ ലൈഫ് വർത്തി ഓഫ് ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പിൻ. അപ്പോൾ ഇത് ദിനംതോറും നമുക്കിത് മുന്നോട്ട് പോകേണ്ടതായ ഒരു ഓട്ടമാണ്. സോ വാക്ക് ഇൻ യൂണിറ്റി, ഐക്യതയിൽ നമ്മൾ നടക്കുക, സ്നേഹത്തിൽ നമ്മൾ നടക്കുക, വിശുദ്ധിയിൽ നമ്മൾ നടക്കുക, വെളിച്ചത്തിൽ നമ്മൾ നടക്കുക, പരിജ്ഞാനത്തിൽ നമ്മൾ നടക്കുക. അപ്പോൾ തന്നെ ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ നടക്കുക. ഈ നടപ്പിന്റെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി എല്ലാം കഴിഞ്ഞു നമ്മൾ കരുതരുത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം കഴിഞ്ഞതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ റേസ്. നമ്മൾ ആ ഓട്ടം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുന്നോട്ട് പോകേണ്ടതുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ പറയാനുള്ളത് പോലെ ഒരു സ്പ്രിന്റ് അല്ല, 200 മീറ്റർ അല്ലെ 400 മീറ്റർ ഓടി അങ്ങ് തീർക്കാവുന്ന ഒരു സ്പ്രിന്റ് അല്ല ഇത്. മാരത്തോൺ ആണ്. സഹിഷ്ണുത ആവശ്യമാണ്. മുള്ളും കാടും മേടും ഒക്കെ കടന്നു വരും. അതിന്റെ മധ്യത്തിലും അല്ലെങ്കിൽ ആ സ്ഥിരതയോടുകൂടി ഓട്ടം തികയ്ക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ, പ്രിയപ്പെട്ടവരെ.
അപ്പോൾ പൗലോസ് പറയുകയാണ് therefore, അഥവാ അവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിലും ഞാൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചഴിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം തന്നെ നടക്കുക. അതും ഐക്യതയോടുകൂടി നടക്കുക. ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവരായിട്ട് നമ്മൾ നടക്കുക. പൗലോസിന്റെ മിനിസ്ട്രിക്ക് അവന് ഒരു ഗോൾ ഉണ്ടായിരുന്നു. താൻ ഈ സുവിശേഷം അറിയിക്കുമ്പോഴും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ താനത് പറഞ്ഞിട്ടുണ്ട്. താൻ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ടു മേക്ക് എ മാൻ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. തന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതിനുവേണ്ടിയാണ് പൗലോസ് ഇതൊക്കെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പ്രയോജനമൊന്നും ഉള്ളതൊന്നും മറച്ചു വെക്കാതെ നിങ്ങളോട് അറിയിച്ചു. ഞാൻ രാപ്പകൽ കണ്ണുനീരോടുകൂടി നിങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു. എന്തിനു വേണ്ടിയാ? എങ്ങനെയെങ്കിലും ഒരുവനെ നേടണം എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ക്രിസ്തുവിൽ അവനെ പൂർണ്ണതയുള്ളവനാക്കി തീർക്കുക. ഏത് മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വിളി ലഭിച്ചിരിക്കുന്നവൻ വാക്ക് എ മാനർ വർത്തി. ആ വർത്തി എന്നുള്ളതായ ആ പദം, യോഗ്യമായ എന്നുള്ളതിന് അതിന്റെ അർത്ഥം ഇൻ ഈക്വൽ വെയിറ്റ്. വർത്തി എന്ന് പറഞ്ഞാൽ ഇൻ ഈക്വൽ വെയിറ്റ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്, അതേ വെയിറ്റ് അനുസരിച്ച് നമ്മൾ നടക്കുക. അഥവാ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്താണ്, അതേ പദവി അനുസരിച്ച് നമ്മൾ നടക്കുന്നവരായിരിക്കുക. അപ്പോൾ ഈ ലോകത്തിന്റെ മക്കളെ പോലെ ജഡിക സുഖങ്ങളിൽ പെട്ട് ജീവിക്കുവാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ച വിളിക്ക് യോഗ്യമാവണം, വർത്തിയായിട്ടുള്ളതായ ഒരു നടപ്പായിരിക്കണം നമ്മുടേത്. അതും എപ്പോഴാണ്? ഐക്യതയിൽ നമ്മൾ നടക്കുക. വാക്ക് ഇൻ ദ മാനർ വർത്തി ഓഫ് ദാറ്റ് കോളിംഗ്. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് വെളിച്ചമാണെങ്കിൽ നമ്മളും ആ വെളിച്ചത്തിൽ വസിക്കുന്നവരായിരിക്കണം, വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൂട്ടായ്മ ഉള്ളത്. അപ്രകാരം ഒരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിന്റെ ഭക്തനായിട്ട്, അത് പറയുമ്പോൾ ഒരു കണ്ണുനീരോടുകൂടിയല്ല, സന്തോഷത്തോടു കൂടിയാണ്. ക്രിസ്തുവിന് വേണ്ടി താൻ ഇന്ന് കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും തനിക്ക് സന്തോഷിക്കുവാനേ വകയുള്ളൂ. കാരണം തന്റെ വിളിയും തെരഞ്ഞെടുപ്പും തനിക്ക് നല്ലവണ്ണം അറിയാം. താൻ എന്തിനു വേണ്ടിയാണ് ഓടുന്നതെന്നും തനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പറയാണ്, ലെറ്റ് യുവർ ഡെയിലി കണ്ടക്ട്, ലെറ്റ് യുവർ ഡെയിലി ലിവിങ് ബി വർത്തി ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, നിങ്ങളെ ആരാണ് വിളിച്ചിരിക്കുന്ന ബോധം വേണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി എവിടെ നിന്നാണ്? ആരാണ് നമ്മളെ വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മൾ സ്വർഗീയ വിളിക്കാണ് ഓഹരിക്കാർ ആയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സ്വർഗീയ നാട്ടിലേക്കുള്ളതായ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളതായ ഒരു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ചുവടുകളും ഈ ദിവസങ്ങളായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ടിരിക്കട്ടെ. എന്നാൽ ഇത്രമാത്രം ഓർക്കുക, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഈ ക്രിസ്ത്യ ജീവിതത്തെ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വൃഥമായി പോവുകയാണ്. ഇത്രമാത്രം പദവികൾ തന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിന് യോഗ്യമാവണ്ണമുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ സ്വർഗത്തിൽ ഇരുന്ന കൃപരുടെ ദൈവനാമം മാത്രപ്പെടട്ടെ.